സുരേഷ് ഇപ്പോൾ മന്ത്രിമാരുടെയോ മുഖ്യമന്ത്രിയുടെയോ ഒക്കെ പേര് ആർക്ക് വേണമെങ്കിലും ഉപയോഗിച്ച് തട്ടിപ്പ് നടത്താം. അതിൽ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഒന്നും അറിഞ്ഞിരിക്കണം നിർബന്ധമൊന്നുമില്ല. ആരോഗ്യമന്ത്രിയായ വീണ ജോർജിന്റെ പേര്, അതായത് മന്ത്രി പദവി അല്ലെങ്കിൽ മന്ത്രിയുടെ സ്റ്റാഫ് എന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പ് നടന്നത് നമ്മൾ കണ്ടല്ലോ. അന്വേഷിച്ചു വന്നപ്പോൾ അത് അങ്ങനെയല്ല. അത് ഈ പറഞ്ഞ പണം പിടുങ്ങാൻ വേണ്ടി തട്ടിപ്പുകാർ പറഞ്ഞ ഒരു വാചകം മാത്രമാണ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ റിയാസിന്റെ പേര് ഈ തട്ടിപ്പുകാരൻ ഈ പണം നൽകിയ ആളുകളെടുത്ത് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാവാം, അങ്ങനെയും ആവാം. അപ്പോൾ ഒരാളെ അല്ലെങ്കിൽ ഒരു സർക്കാരിനെ, ഒരു സംവിധാനത്തെ ആകെ നിഴലിൽ നിർത്തുന്നതിന് മുമ്പ് എന്താണിത് എന്നുള്ളത് നെല്ലും പതിരും തിരിയണ്ടേ? ശ്രീ അഭിലാഷേ, ഇത് ഇന്നലകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുമായിരുന്നു. ഇന്നലകളിൽ കമ്മ്യൂണിസ്റ്റ് കെ നയനാരും അതോടൊപ്പം തന്നെ ശങ്കരൻ നമ്പൂതിരിപ്പാടും എന്തിനേറെ എസ് അച്യുതാനന്ദൻ വരെ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുമായിരുന്നോ എന്നുള്ള ചോദ്യം കേരളത്തിൽ ഇന്ന് വളരെ പ്രസക്തമാണ്. കാരണം ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ സമ്പൂർണ്ണമായിട്ടും അഴിമതിയുടെയും അതോടൊപ്പം തന്നെ സംഘടനാതലത്തിലുള്ള അരാജകത്വത്തിൻ്റെയും ഈ താഴെ തലത്തിൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ മുതൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ വരെയുള്ളവർ അഴിമതിയും സ്വജനപക്ഷപാതവും കുടുംബത്തിനെ പരിപോഷിപ്പിക്കാനും ഒക്കെയായിട്ട് നിന്ന് അതിൻ്റെ ചില ഉദാഹരണങ്ങൾ ശ്രീ ഹരിദാസ് അവർ ഇവിടെ സൂചിപ്പിച്ചു. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. ആ രീതിയിൽ തകർന്ന് തരിപ്പണമാകുന്ന, ധാർമ്മികമായും ആദർശപരമായും സംഘടനാതലത്തിലും ഭരണപരമായിട്ടും തകർന്ന് തരിപ്പണമാകുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അതിൻ്റെ അവസാന നാളുകളിൽ ലോകത്ത് മുഴുവൻ ഉണ്ടായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ അസ്വാഭാവികത ഒന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ലോകത്തെല്ലായിടത്തെയും അവസാന നാളുകളിൽ ഉയരുന്ന സ്വാഭാവികമായിട്ടുള്ള ആരോപണങ്ങളും അതിൻ്റെ പ്രശ്നങ്ങളുമാണ് ഈ കേരളത്തിലും ഉയരുന്നത്. അതിൻ്റെ അർത്ഥം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ സ്വാഭാവികമായ അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ നിദർശനമാണ് ഇതൊക്കെ. ഇവിടെ ഈ വിഷയം മാത്രം നമ്മൾ എടുക്കുക. ഇവിടെ നമ്മൾ PSC സംബന്ധിച്ച് PSC എന്താണ്? ഒരു ഭരണഘടനാപരമായിട്ടുള്ള സ്ഥാപനമാണ്. ഈ ഭരണഘടനാപരമായിട്ടുള്ള സ്ഥാപനത്തിൽ 60 ലക്ഷം രൂപയാണ് ഒരു PSC മെമ്പർ. എനിക്ക് തോന്നുന്നു 30 അംഗങ്ങളെന്തോ ഉണ്ട്, 21. 60 ലക്ഷം രൂപ ഒരു PSC മെമ്പറാകാൻ വേണ്ടി കൈക്കൂലി കൊടുക്കണം എന്ന് പറയുകയും അത് കൊടുക്കേണ്ടത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് PSC അംഗങ്ങളെ നിശ്ചയിക്കുന്നത് കൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിലിരിക്കുന്ന റിയാസ് മുഖ്യമന്ത്രി ഇടപെടുമെന്നുള്ളത് കൊണ്ട് മുഖ്യമന്ത്രിയുടെ മരുമകനായിട്ടുള്ള റിയാസ്, ആ റിയാസാണ് ഇതിൻ്റെ ആള്. അദ്ദേഹത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് പണം വാങ്ങിയിരിക്കുന്നു എന്നുള്ളതാണല്ലോ ആരോപണം. ഈ പണം വാങ്ങിയിരിക്കുന്ന ആള് ഏതെങ്കിലും കള്ളനാണോ, കൊള്ളക്കാരനാണോ, അഴിമതിക്കാരനാണോ? അങ്ങനെയുള്ള ഒരു പാരമ്പര്യമുള്ള ആളല്ല. CPM-ന്റെ റിയാസിനോടൊപ്പം ചെങ്കൊടി പിടിച്ച് നടന്ന സഖാവ്, റിയാസിനോടൊപ്പം DYFIയിൽ പ്രവർത്തിച്ച സഖാവ്, റിയാസിൻ്റെ തൊട്ടടുത്ത അനുയായി, റിയാസിൻ്റെ അയൽക്കാരൻ, റിയാസിൻ്റെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മെമ്പർ, റിയാസിൻ്റെ പാർട്ടിയുടെ CITUവിൻ്റെ ജില്ലാ നേതാവ്. അങ്ങനെയുള്ള ഒരാളാണ് റിയാസിനെ മുമ്പിൽ നിർത്തിയിട്ട് ഇത്തരത്തിൽ പണം ചോദിച്ചിരിക്കുന്നത് എന്ന ആരോപണം ഉയർന്നു വരുമ്പോൾ മിസ്റ്റർ റെജി ലൂക്കോസ്, ഞങ്ങൾ ഇവിടുത്തെ BJP അല്ലെങ്കിൽ കോൺഗ്രസ്, ഇവിടുത്തെ പൊതുസമൂഹം, ഇവിടുത്തെ മാധ്യമങ്ങൾ ഒക്കെ അല്ല, റിയാസ് എന്താ ശുദ്ധാത്മാവാണ്, റിയാസ് ഇതൊന്നും ചെയ്യില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് പെരുമ്പറ മുഴക്കണമെന്നാണോ നിങ്ങളെപ്പോലെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ ആഗ്രഹിക്കുന്നത്? അത് ഇനി ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ശ്രീ റെജി ലൂക്കോസ്. ഇനി നിങ്ങൾക്ക് എന്തുകൊണ്ട് പ്രതീക്ഷിക്കേണ്ട എന്ന് ഞാൻ പറയാം. നിങ്ങൾ ഇവിടെ തിരുത്തലുകൾ ആരംഭിച്ചല്ലോ. നിങ്ങൾ പാലക്കാട് പ്ലീനം, വളരെ കുപ്രസിദ്ധമായൊരു പ്ലീനമുണ്ടല്ലോ. അവിടുത്തെ മുതലാളിമാർ, മദ്യ മുതലാളി ഉൾപ്പെടെയുള്ള, ലോട്ടറി മുതലാളി ഉൾപ്പെടെയുള്ളവർ പണം തന്ന് സ്പോൺസർ ചെയ്ത് നടത്തിയ ഒരു പ്ലീനം. ആ പ്ലീനത്തിൻ്റെ അന്തസത്ത തന്നെ അവിടെ നശിപ്പിച്ചു നിങ്ങൾ. അതിനുശേഷം നിങ്ങൾ തിരുത്തലുകളുമായിട്ട് മുന്നോട്ട് പോകുന്നു. നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെല്ലാം വന്നിട്ട് ഇങ്ങനെ പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങൾ തിരുത്തിക്കൊണ്ടിരിക്കുന്നു, ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടം വന്നു, കഷ്ടം വന്നു, ഞങ്ങൾ ഇങ്ങനെ ഇപ്പോൾ മാനസികമായിട്ടും തകർന്നിരിക്കുന്നു എന്നാണ് MA ബേബി പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പറയുന്ന കൂട്ടത്തിലാണ് നിങ്ങൾ കഴിഞ്ഞ ദിവസം ആ തിരുവല്ലയിൽ കാപ്പ ഗുണ്ടയെ
നിങ്ങളുടെ മന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ചേർന്ന് CPM-ലേക്ക് ഹാരാർപ്പണം ചെയ്ത് സ്വീകരിച്ചിരിക്കുന്നത്? CPM ചേരുന്നതിന് വരെ അവർ BJP-ക്കാരായിരുന്നു. അവര് BJP എന്താ? BJP അവരെ ഏത് രീതിയിലാണ് ഉയർത്തിയത്? ഞങ്ങൾ ഇതേപോലെ BJP-യുടെ നേതാക്കന്മാരായിട്ടൊന്നും ചിത്രീകരിച്ചില്ലല്ലോ. ഈ കാരണം കാപ്പക്കാരന്റെ മുഴുവൻ കേസും BJP പ്രവർത്തകർ എന്നുള്ള നിലയിലുള്ള കേസാണ്. 12 കേസുകളിൽ BJP അല്ല ഞാൻ വളരെ വ്യക്തമായിട്ട് അതില് രാഷ്ട്രീയ കേസ് എത്രണ്ണമുണ്ട്, ഗുണ്ടായിസത്തിന്റെ കേസ് എത്രണ്ണമുണ്ടെന്നുള്ള കാര്യം കൂടെ പുറത്തു വന്നതാണല്ലോ. 20 വയസ്സിനുള്ളിൽ 12 കേസിൽ പ്രതിയായിട്ടുള്ള ഒരു ക്രിമിനലിനെ ഇതുപോലെ ചെങ്കൊടി പുതച്ച് സ്വീകരിക്കാൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും മന്ത്രിയും ചെന്ന് സ്വീകരിക്കാൻ തിരുത്തൽ നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ സാധിക്കൂ. തിരുത്തൽ എന്ന് പറയുന്നത് ആരെ പറ്റിക്കാനാണ്? റെജി ലൂക്കോസ് സ്വന്തം സഖാക്കന്മാരെയും അതോടൊപ്പം തന്നെ അണികളെയും വഞ്ചിക്കാനും പറ്റിക്കാനുമുള്ള നിങ്ങളുടെ അടവ് നയമാണ് നിങ്ങളെടുക്കുന്ന തിരുത്തൽ. നിങ്ങൾക്കിനി തിരുത്താൻ സാധിക്കില്ല. നിങ്ങൾക്കിനി തിരുത്താൻ സാധിക്കുന്ന ഒരൊറ്റ കാര്യം, ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജന്മോദ്ദേശം പൂർത്തിയായിരിക്കുന്നു. ഇനി ഇതിന് ഈ നാട്ടിൽ ഒന്നും ചെയ്യാനില്ല, ഞങ്ങൾ നശിക്കുന്നതിന് മുമ്പ് ഇതിനങ്ങ് പിരിച്ചുവിടാം എന്നുള്ള ഒരു തിരുത്തൽ മാത്രമേ ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിക്കൂ. കാരണം നിങ്ങൾ PSC-യുടെ പേരിലാണ് ഇപ്പോൾ തട്ടിപ്പിന് നേതൃത്വം നൽകുന്നത്. ലക്ഷക്കണക്കിന് വരുന്ന 43 ലക്ഷം വരുന്ന കേരളത്തിലെ യുവാക്കൾ PSC എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനത്തെ മാത്രം അവലംബിച്ചുകൊണ്ട് ജോലിയും പ്രതീക്ഷയുമായിട്ട് ഇരിക്കുമ്പോൾ പുറംവാതിലിലൂടെ നിങ്ങൾ അതിനേക്കാൾ ഇരട്ടി നിയമനങ്ങൾ സഖാക്കന്മാരെ കുത്തിത്തിരിക്കി നടത്തിയിട്ട് ഈ PSC റാങ്ക് ലിസ്റ്റുകൾ പൂർത്തിയാകുന്നതിന് മുമ്പ് അതൊക്കെ പിരിച്ചുവിട്ട് പാവപ്പെട്ട PSC റാങ്ക് ഹോൾഡേഴ്സ് റോഡിൽ കിടന്ന് പിണറായി വിജയനോട് ദയാവായ്പിന് വേണ്ടി മുട്ടിനിഴയുമ്പോൾ അവരോട് ക്രൂരത കാണിച്ചിട്ട് നിങ്ങൾ ഇന്ന് ഈ PSC അംഗങ്ങളെ നിയമിക്കുന്ന കാര്യത്തിൽ പോലും ലക്ഷങ്ങൾ വെട്ടിക്കുന്ന ഒരു പാർട്ടിയായിട്ട് CPM മാറി എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ വിഷയമല്ല. ഈ കേരളം ഗൗരവത്തിൽ കാണുന്ന ഒരു വിഷയം തന്നെയാണ്.